ഫിഖ്ഹിലെ ഹോംവർക്ക് ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നിസ്കാരം. ഒന്നാമത്തെ ചോദ്യം വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഫസ്റ്റ് 1 ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഡാഷ്. രണ്ടാമത്തെ വരിയിൽ കാണാം നിസ്കാരം. ഇതാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഡാഷ്. അണ്ടർലൈൻ ചെയ്യുക. നിസ്കാരമാകുന്നു. ഇനി മൂന്നാമത്തേത്, അടുത്ത വരി മൂന്നാമത്തേത്. ചോദ്യം 3 നിസ്കാരം ദീനിൻ്റെ ഡാഷ് എന്താണ്? തൂണാണ്. ഇത് നമ്മൾ അടുത്ത പേജിൽ എങ്ങനെയുള്ളത്? അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു. അപ്പോൾ തൂണാണെന്നോ തൂണാകുന്നു എന്ത് എഴുതിയാലും രണ്ടും പുസ്തകത്തിലുള്ളതാണ്. ഏതെഴുതിയാലും ശരി കിട്ടും അല്ലേ? തൂണാകുന്നു, തൂണാണ് എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. നാലാമത്തെ ചോദ്യം എഴുതണം കേട്ടോ, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം. ഏത് നിസ്കാരം? 5 നേരത്തെ നിസ്കാരം അല്ലേ? നിർബന്ധമാണ്. ഡാഷ് എന്നുള്ളിടത്ത് എന്താണ് ഉത്തരം? നിർബന്ധമാണ്. ഇനി അഞ്ചാമത്തത് 5 7 വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ ഡാഷ് എന്താണ്? കൽപ്പിക്കുക. കഴിഞ്ഞിട്ടില്ല. അഞ്ചാമത്തിൽ 3 ഡാഷ് ഉണ്ട് കേട്ടോ. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ഡാഷ് എന്താണ്? അടിക്കുക. ഇത് ഡാഷ് കടമയാണ്. അപ്പോൾ എന്താണ് ഡാഷ് ഇട്ടത്? എന്താണ്? രക്ഷിതാക്കളുടെ, ഉസ്താദുമാരുടെ എന്നല്ല, രക്ഷിതാക്കളുടെ കടമയാണ്. ഓക്കെ. അപ്പോൾ ഈ 5 എണ്ണം പൂരിപ്പിക്കുക, കൃത്യമായിട്ട് പൂരിപ്പിക്കുക. 5ഉം ശരിക്ക് വായിക്കുക, ഉത്തരം എഴുതുക. ഓക്കെ.